അപ്പോൾ നമ്മുടെ അബിയുന്റെ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. കൃഷിലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ അബിയുവിൻ്റെ കാര്യം പറഞ്ഞ് നമ്മൾ ഇതുപോലെ പറമ്പുകളിലും കാര്യങ്ങളൊക്കെ നടുമ്പോൾ നിറച്ച് അബിയു ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഒരു 100-200 ഫ്രൂട്ടെങ്കിലും ഉണ്ട്. അത് പലതും ഒരു 25 കൂടുതൽ ഇപ്പം തിന്നു പോയിട്ടുണ്ട്. കുറച്ച് നമ്മൾ പറിച്ചെടുത്തു. പിന്നെ ഇതിനകത്ത് ഇപ്പം ഇവിടെ ഒരു ചക്ക കിടക്കുന്നുണ്ടായിരുന്നു, അത് താഴെ വീണുപോയി. ഈ ചക്ക കിടക്കുന്നതും കൊണ്ട് 2 ദിവസമായിട്ട് ഇത്തിരി ശല്യം കുറവുണ്ടായിരുന്നു. അപ്പോൾ അത് എന്നാലും ഇത് കണ്ട അവിടെ കറുത്ത് കണ്ട സങ്കടം വരുന്നു. ഇത് നോക്കിയേ, ഇതൊന്നും ശരിക്കും പഴുത്തിട്ടില്ല. പച്ച പാകത്തിൽ തന്നെ ഇവർ കടിച്ചു പൊളിച്ച് തിന്ന് നശിപ്പിച്ചേക്കാം. അത് ഈ തോട്ടിലൊക്കെ വേണ്ടത് കിടക്കേണ്ടത് തിന്നത്. ഇത് കണ്ട ഈ കിടക്കുന്നത് ഇതൊക്കെ തിന്നു പോയേക്കണതാ. സങ്കടം വരുന്നു. നമുക്കിപ്പോൾ ഇത് ശരിക്കും പറിക്കാറായിട്ടില്ല, എന്നാലും നമ്മൾ പറിച്ചെടുക്കണം. പറിക്കാതെ രക്ഷയില്ലാത്ത അവസ്ഥയും കാര്യം. ഇതാണ് നല്ല വലിപ്പമുള്ള അബിയു. പക്ഷെ എന്ത് ചെയ്യാനെ, എത്ര എണ്ണമാണ് അണ്ണാൻ കൊണ്ടുപോയി കളഞ്ഞത്. ശരിക്കും ഈ ഭാഗം നമ്മൾ പറിക്കരുത്. ശരിക്കും ഈ മഞ്ഞപ്പ് കയറിയിട്ട് പറിക്കാവൂ. പക്ഷേ നമ്മൾ മഞ്ഞപ്പ് കയറി സൂപ്പറായി കിട്ടാൻ നോക്കിയിരുന്നാൽ ഇത് അണ്ണാൻ കൊണ്ടുപോകും. അപ്പോൾ അത് കാരണം നമ്മൾ പറിച്ചെടുക്കുന്നതാണ്. അബിയു നമുക്ക് ഇതേപോലത്തെ വലിയ അബിയു 2 എണ്ണം പറമ്പിലുണ്ട്. പക്ഷെ ഇതുപോലെ ഇത്രയും കായ്കൾ കിട്ടിയാൽ പോലും നമുക്കൊന്നും അതുകൊണ്ട് കാര്യമായ പ്രയോജനമില്ല എന്നുള്ളതാണ്. അപ്പോൾ അബിയു വളർത്തുമ്പോൾ എപ്പോഴും നമ്മുടെ വീടിനോട് ചേർന്നല്ല, അത് പറമ്പുകളിൽ കൊണ്ടുപോയി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അതിന് ശ്രദ്ധിക്കാനോ കാര്യങ്ങളോ, അവിടെ അനക്കമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ അണ്ണാൻ്റെ ശല്യവും മറ്റുള്ള കിളികളുടെ ശല്യവും ഒക്കെ കൂടുതലായിട്ട് ഉണ്ടാവുകയും നമുക്ക് കായ്ഫലം കിട്ടുന്നത് വളരെ കുറവായിട്ട് അനുഭവപ്പെടുകയും ചെയ്യും. അതാണ് സാഹചര്യം. ഇപ്പോൾ ഈ വർഷം നമ്മളോട് പല കർഷകരും പറഞ്ഞത് ഇത് തന്നെയുള്ള അവസ്ഥകളാണ്, പച്ചയ്ക്ക് തന്നെ കടിച്ച് തിന്നുന്നു എന്നുള്ളതാണ്. ഈ വർഷമാണ് അത് കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതെന്തൊരു കഷ്ടം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കുറേ സെയിൽ ചെയ്യാനും ഒരുപാട് പേർക്ക് കൊടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. ഈ വർഷം നമ്മൾ അങ്ങനെയൊന്നും പ്ലാൻ ഇട്ടില്ല. കാര്യം അത് നമുക്ക് നന്നായിട്ട് പഴുത്ത് കിട്ടാത്ത അവസ്ഥയിൽ നമുക്ക് അതിൽ കൊണ്ട് കാര്യമില്ല. അങ്ങനെ ചെയ്യാൻ ആലോചിച്ചിട്ട് തന്നെ കാര്യമില്ല. പിന്നെ അടുത്തുള്ള ഫ്രൂട്ട് സ്റ്റോളുകൾ വഴി വിൽക്കുന്ന ചില ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത ഫ്രൂട്ട് സ്റ്റാളുകളുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഓക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്രൂട്ട്സ് ഫ്രഷായിട്ട് തന്നെ, ഏറ്റവും ഫ്രഷായിട്ട് തന്നെ നന്നായിട്ട് മഞ്ഞ കളറായതിനു ശേഷം പറിച്ചെത്തിക്കാൻ കഴിയുവാണെങ്കിൽ അങ്ങനെ സെയിൽ ചെയ്യാം. അത് അവരോട് തന്നെ ഡയറക്റ്റ് സംസാരിക്കേണ്ട കാര്യമാണ്. ഇപ്പം ചിലർ അതിനെപ്പറ്റി ഡൗട്ട് ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. ഇത് പൊട്ടിപ്പോയല്ലേ? എന്നാലും കുഴപ്പമില്ല. ഈ പറിച്ചതിന്റെ ക്ഷീണം മാറ്റാനായിട്ട് ഇതേ കഴിക്കുന്നു. പൂവിട്ട് ആദ്യ വർഷം തന്നെ കായ് പിടിച്ചില്ല, ഒത്തിരി പൂവുണ്ടായി എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. ആദ്യ വർഷം അബിയു കായ്ച്ച് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിച്ചു, അതുമേ നമുക്ക് ഫസ്റ്റ് പൂത്തതാണ്. 1.5 വർഷമായിട്ടുള്ളൂ, അതിലൊരു കായ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ കൊല്ലം പൂത്തിട്ട് എല്ലാ പൂക്കളും കൊഴിഞ്ഞു പോയതാണ്. ഈ കൊല്ലം ഇതുമ്മ കണ്ട പല വലിപ്പത്തിലുള്ള ഇത് അവിടെ 3, 4 അവിടെയൊക്കെ ഉണ്ട്, 5, 6, 5, 6, 7 കായ ഈ കൊല്ലം സെറ്റായിട്ടുണ്ട്. പൂക്കളും കായ്കളും ഒക്കെ കൂടുതൽ ഉണ്ടാവാനായിട്ട് ആഗ്രഹിക്കുന്നവർ, കൃഷി കാര്യമായിട്ട് ചെയ്യുന്നവർക്ക് ആവശ്യമായിട്ടുള്ള ഓർഗാനിക് വളങ്ങൾ, ലിക്വിഡായിട്ടുള്ള വളങ്ങളാണ് കേട്ടോ. അത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ നമ്മുടെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ ഒട്ടും കായ ഉണ്ടായില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ളവരോട് സംസാരിച്ച് വരുമ്പോൾ മിക്കവാറും അവർ പറയുന്നത് അവർ വളമൊന്നും കൊടുക്കാറില്ല. ദയവായി അങ്ങനെയുള്ളവർ നമ്മുടെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കരുത്. അവർക്കുള്ള മറുപടി നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. നല്ല രീതിയിൽ തന്നെ വളം ചെയ്യുക എന്നുള്ളതാണ്. പച്ച ചാണകം നമുക്ക് കമ്പോസ്റ്റ് ആക്കി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. അത് 2 പ്രാവശ്യമെങ്കിലും ചെയ്യുക. അതേപോലെ തന്നെ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചൊക്കെ ഒഴിച്ചു കൊടുക്കാം, ഗ്രോത്ത് കുറവുള്ള ചെടിയാണെങ്കിൽ. അങ്ങനെയൊക്കെ ചെയ്തിട്ടും കായ്ച്ചില്ലെങ്കിൽ മാത്രമേ നമ്മളതൊരു പരാതിയായിട്ട് പറയേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ചാണകം കമ്പോസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുള്ളവർ താഴെ ഒന്ന് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാനതിൻ്റെ ലിങ്ക് തരുന്നതാണ്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്നുകൂടി സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്, അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.